വായനാ ദിനം എന്നാണ്? ജൂൺ 19. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ പി.എൻ. പണിക്കർ 1995 ജൂൺ 19 അന്തരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനം ആയി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരം കൂടിയാണ്. വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? പി.എൻ. പണിക്കരുടെ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനും വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവുമായ പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? സനാതനധർമ്മം വായനശാല, തലയോലപ്പറമ്പ്. 1926 പി.എൻ. പണിക്കർ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ സ്ഥാപിച്ചതാണ് സനാതനധർമ്മം വായനശാല. ഇതാണ് കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. 1945 സെപ്റ്റംബർ 14 പി.എൻ. പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനം. ജൂൺ 19 വായനാ ദിനം പി.എൻ. പണിക്കരുടെ ചരമദിനമാണ്. എന്നാൽ സെപ്റ്റംബർ 14 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഗ്രന്ഥശാലാ ദിനമായി ആചരിക്കുന്നു. ഇത് രണ്ടും മാറിപ്പോവരുത്. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. യുനെസ്കോ 1995 ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി പ്രഖ്യാപിച്ചു. ഷേക്സ്പിയർ, സെർവാൻറ്റീസ് തുടങ്ങിയവരുടെ ചരമദിനമാണ് ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യ നോവൽ? കുന്തലത. 1887 അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖ. 1889 ഒ. ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം? വർത്തമാന പുസ്തകം. 1785 പാറേമാക്കൽ തോമാ കത്തനാർ എഴുതിയ കൃതി. 1786 റോമിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണമാണിത്. മലയാള ഗദ്യത്തിൻ്റെ ആദ്യകാല മാതൃകയും ആദ്യ യാത്രാവിവരണവുമാണിത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? വിലാസിനിയുടെ അവകാശികൾ. എം. കെ. മേനോൻ എന്ന വിലാസിനി എഴുതിയ അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. 4 ഭാഗങ്ങളിലായി 3950 പേജുള്ള ഈ നോവൽ 1980 പൂർത്തിയായി. 4 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. പി.എൻ. പണിക്കരുടെ ജന്മദിനം? മാർച്ച് 1. പി.എൻ. പണിക്കർ ജനിച്ചത് 1909 മാർച്ച് 1 അദ്ദേഹം അന്തരിച്ചത് 1995 ജൂൺ 19. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം? നീലംപേരൂർ, ആലപ്പുഴ. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനിച്ചു. ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ഭാഗമാണ് നീലംപേരൂർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. പി.എൻ. എന്നത് പുതുവായിൽ നാരായണ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. വീട്ടുപേര് പുതുവായിൽ. പി.എൻ. പണിക്കർ ജനിച്ചത് ഏത് വർഷമാണ്? 1909. 1909 മാർച്ച് 1 ജനനം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞതാണ്. 1995 ജൂൺ 19 മരണം. 86ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ മറക്കാതെ ഓർത്തിരിക്കുക, 1909 മാർച്ച് 1 ജനനവും 1995 ജൂൺ 19 മരണവുമാണ്. ആ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? പി.എൻ. പണിക്കർ.
1947 ഗ്രന്ഥശാലാ സംഘം രജിസ്റ്റർ ചെയ്തു. 1949 ജൂലൈയിൽ തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം എന്നാക്കി. 1958 കേരള ഗ്രന്ഥശാലാ സംഘം ഉണ്ടായി. വായനാ വാരം എന്നു മുതൽ എന്ന് വരെ? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശമാണ്? പി.എൻ. പണിക്കരുടെ. 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി ഒരു സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. പി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004 ജൂൺ 19. പി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്ക് 2004 ജൂൺ 19 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര? 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്ക്? കെ.ജി. ശങ്കരപ്പിള്ളയ്ക്ക്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി. വത്സലയ്ക്ക്. 2022 സേതുവിന്. 2023 ഡോക്ടർ എസ്.കെ. വസന്തന്. 2024 എൻ.എസ്. മാധവന്. 2025 കെ.ജി. ശങ്കരപ്പിള്ളയ്ക്ക്. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, കയർ എന്നീ കൃതികൾ എഴുതിയതാര്? തകഴി ശിവശങ്കരപ്പിള്ള. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, കയർ എന്നീ കൃതികൾ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള. മുത്തശ്ശി എന്ന കവിത രചിച്ചത് ആര്? എൻ. ബാലാമണി അമ്മ. സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം വിധേയൻ. വള്ളത്തോൾ പുരസ്കാരം ഏത് വർഷമാണ് ആരംഭിച്ചത്? 1991. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപ. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? പാലാ നാരായണൻ നായർ. 1991. വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണി അമ്മ. 1993. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ഗുരുനാഥൻ എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാള കവി അഥവാ എഴുത്തുകാരൻ ആരാണ്? ജി. ശങ്കരക്കുറുപ്പ്. 1965. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും ഒടുവിലത്തെ മലയാള സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 55ാമത് ജ്ഞാനപീഠമാണ് ലഭിച്ചത്. കയർ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. 1984. ജ്ഞാനപീഠം നേടിയ മൂന്നാമത്തെ മലയാള സാഹിത്യകാരൻ ആരാണ്? എം. ടി. വാസുദേവൻ നായർ.
1995. ഏത് വർഷമാണ് ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? 2007. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? 1977. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ അഥവാ സാഹിത്യകാരി ആര്? ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി. ഏത് ദിവസമാണ് വയലാർ അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം നൽകുന്നത്? എല്ലാ വർഷവും ഒക്ടോബർ 27. വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ് ഒക്ടോബർ 27. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് വയലാർ അവാർഡ് നേടിയത് ആര്? പെരുമ്പടവം ശ്രീധരൻ. 1997. ആരാച്ചാർ എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരി ആര്? KR മീര. 2014. മീശ എന്ന നോവലിൻ്റെ രചയിതാവ് വയലാർ അവാർഡ് നേടിയ വർഷം ഏത്? 2022. അവാർഡ് ജേതാവ് S. ഹരീഷ്. അന്തിമഹാകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ച പ്രശസ്ത കവി ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2012. 2025 വയലാർ അവാർഡ് ലഭിച്ച കൃതിയും കർത്താവും. കൃതി തപോമയുടെ അച്ഛൻ. കർത്താവ് E. സന്തോഷ് കുമാർ. 2024 വയലാർ അവാർഡ് ലഭിച്ച കൃതിയും കർത്താവും. കൃതി കാട്ടൂർ കടവ്. നോവൽ. കർത്താവ് അശോകൻ ചെരുവിൽ. കുന്തലതയുടെ കർത്താവാര്? അപ്പു നെടുങ്ങാടി. ഇന്ദുലേഖയുടെ കർത്താവാര്? ചന്തുമേനോൻ. മുത്തശ്ശി എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവാര്? ബാലാമണി അമ്മ.